പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലെ തർവിയ രാവാണ്. ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ അത്ഭുതം നിറഞ്ഞൊരു ദിക്ർ ചൊല്ലിയാൽ 24 മണിക്കൂറിൻ്റെ അകത്ത് നിങ്ങളുടെ ആഗ്രഹം അല്ലാഹ് നടത്തിത്തരും. 24 മണിക്കൂറൊന്നും വേണ്ടാന്നേ, ചിലപ്പോൾ രാത്രി ചൊല്ലിയാൽ നേരം വെളുക്കുന്നതിനുള്ളിൽ കാര്യം നടക്കും. ഹദീസ് വെച്ച് ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. പിന്നെ ചർവിയ രാവ് പ്രാർത്ഥനക്കുത്തരമുള്ള രാത്രിയാണ്. മക്കത്തിൽ നിന്നാണ്, നമുക്ക് നാളെയാണ്. അപ്പോൾ ഈ ചർവിയ രാവ്, ഇനി വരുന്ന അറഫയുടെ രാവ്, അതുപോലെ പെരുന്നാളിൻ്റെ രാവ്, ഇതൊക്കെ പ്രാർത്ഥനക്കുത്തരമുള്ള രാത്രിയാണെന്ന് അയിമ്മത്തുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രാത്രികൾ വരുമ്പോൾ പതിവാക്കാൻ പറ്റിയ ഒരു അടിപൊളി ദിക്ർ, വല്ലാത്ത മഹത്വം നിറഞ്ഞ ദിക്ർ. ഈ ദിക്റൊന്ന് ചൊല്ലിയാൽ 24 മണിക്കൂർ വേണ്ട, 12 മണിക്കൂർ. അള്ളാഹ്ക്ക് ഇപ്പോൾ 1 മിനിറ്റ് കൊണ്ട് തരാൻ പറ്റൂലേ, 1 സെക്കൻഡ് കൊണ്ട് തരാൻ പറ്റൂലേ? നമ്മുടെ ഈമാൻ അത്ര പക്കയാണെങ്കിൽ 12 മണിക്കൂറും വേണ്ട, 1 മിനിറ്റും വേണ്ട. അള്ളാഹു കാര്യം നടത്തി തരും, അള്ളാഹു കാര്യം എളുപ്പാക്കി തരും. ഏതാണ് ആ ദിക്ർ? ആ ദിക്റിനെ കുറിച്ച് നമുക്ക് പഠിക്കണ്ടേ. ഈ ദിക്റിനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചത് കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധികളിൽപ്പെട്ടൊരു നിധി. അപ്പോൾ നമുക്ക് സ്വർഗത്തിൽ പോകാതെ തന്നെ ഈ ദുനിയാവിലിരുന്ന് സ്വർഗത്തിലെ നിധി ആസ്വദിക്കാം. സ്വർഗത്തിലെ നിധി കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫ് കളറായില്ലേ, നമ്മുടെ ലൈഫ് അടിപൊളിയായില്ലേ. അപ്പോൾ ആ സ്വർഗത്തിലെ നിധി ഏതാണെന്ന് തിരിച്ചറിയണം, ആ നിധി ഏതാണെന്ന് മനസ്സിലാക്കണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, 90 രോഗങ്ങൾക്ക് ഈ ദിക്ർ ശിഫയാണ്. 90 രോഗങ്ങൾ, അതിൽ ക്യാൻസർ ഉണ്ടാകും, ട്യൂമർ ഉണ്ടാകും, മാരക രോഗങ്ങളുണ്ടാകും. ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് നമ്മുടെ ഈ വീഡിയോയിലുണ്ട് ഇല്ലേ? നമ്മുടെ സവാൽ ഹിർ കാണുന്നതിൽ ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, ട്യൂമർ ബാധിച്ചവരുണ്ട്, ആസ്മ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ആമവാദം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, മറ്റു പല മാരക രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കിഡ്നി തകരാറിലായവരുണ്ട്, ലങ്സിന് പ്രശ്നം ബാധിച്ചവരുണ്ട്. അങ്ങനെ തുടങ്ങി പലരും ഈ ദിക്ർ മുറുകെ പിടിച്ചോ. ചികിത്സയൊക്കെ വേണം, അതോടൊപ്പം ഈ ദിക്റൊന്ന് മുറുകെ പിടിച്ചോ, അല്ലാഹ് വിടൂല. ശിഫയുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഏറ്റവും വലിയ രോഗം ഏതാണ്? അത് കൽബിന് ബാധിക്കുന്ന രോഗമാണ്, ഹൃദയത്തിനെ ബാധിക്കുന്ന രോഗം ഇല്ലേ? കൽബിന് രോഗം വന്നു കഴിഞ്ഞാൽ തീർന്നു. ഇപ്പം ക്യാൻസർ വന്ന് എന്താ സംഭവിക്കുക? ഏറ്റവും കൂടിയ ലെവലിലേക്ക് എത്തിപ്പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മരിക്കും. ഇപ്പം നമ്മൾ മരിക്കാൻ അല്ലാഹ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇന്നാണെങ്കിൽ ക്യാൻസർ വന്നാലും വന്നില്ലെങ്കിലും നമ്മൾ മരിക്കും ഇല്ലേ? ക്യാൻസർ വന്നതുകൊണ്ട് നേരത്തെ മരിക്കുമെന്ന് നിങ്ങൾക്ക് വല്ല അഭിപ്രായമുണ്ടോ? ക്യാൻസർ വരാത്തതുകൊണ്ട് കുറച്ചും കൂടെ ആയുസ് കിട്ടും, അങ്ങനെയൊന്നുമില്ല. അല്ലാഹ് എന്നാണോ കള്ളാക്കിയത് അന്ന് മരിക്കും. അള്ളാഹു മാരക രോഗങ്ങളിൽ നിന്ന് കാവൽ തരട്ടെ. എന്നാൽ കൽബിന് രോഗം ബാധിച്ചാലോ ദുനിയാവും നരകമാകും, ആഖിറവും നരകാകും. അപ്പോൾ കൽബിൻ്റെ രോഗങ്ങളെപ്പോലും കഴുകിക്കളയുന്ന അടിപൊളി ദിക്റാണ്, കിഡിലൻ ദിക്റാണ്. ചിരിച്ചുകൊണ്ട് തന്നെ ഒന്ന് ഹാപ്പി ആയിരുന്നു എല്ലാവരും. ചിരിക്കാൻ പറ്റുകയാണെങ്കിൽ ചിരി വേണം, ചിരി മസ്റ്റാണ്. അള്ളാഹു നമുക്ക് അവൻ്റെ ലിഖാ കാണുമ്പോഴും ഈ ദുനിയാവിൽ മുഴുവനും നാളെ ആഖിറത്തിൽ അവൻ്റെ ലിഖാ ആസ്വദിക്കുമ്പോഴും പുഞ്ചിരിയോടെ റബ്ബ് നിൽക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഏതാണ് ആ ദിക്ർ? അതാണ് സ്വർഗത്തിൻ്റെ നിധി. ലാ ഹൗല ഹൗഖലത്തിലെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹ്. മഹാനായ തഴവ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഒരു കത്തിൽ ഒരു ഉപദേശം നിങ്ങളെ കേട്ടിട്ടുണ്ടാവും. ചൊല്ല് ലാ ഹൗല, ജീവിതം എപ്പോഴും സ്റ്റൈല, അതിനൊരു ശക്കുമിൽ ഒരിക്കലും ചിട്ട, തെറ്റിപ്പോവരുതേ അലസതയാലൊഴിക്കരുതേ. ചൊല്ല് ലാ ഹൗല, ജീവിതം എപ്പോഴും സ്റ്റൈല. ശരിയാണ്, ലാ ഹൗല മുറുകെ പിടിച്ചാൽ ജീവിതം സ്റ്റൈലാണ്, കളറാണ്. എന്താ പറയണത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എനിക്കൊരു കഴിവുമില്ല പടച്ചോനെ, നിനക്കാണല്ലോ കഴിവ് മുഴുവൻ. ഇത് സമ്മതിച്ചു കൊടുക്കലാണ്. ഇതൊരു അടിമയുടെ വിധേയത്താണ്. അവിടെ വിധേയപ്പെട്ട് നിന്നു കൊടുക്കലാണ് ലാ ഹൗല. വെറുതെ വാഗൊണ്ട് ഇങ്ങനെ ചൊല്ലിപ്പോകുന്നില്ലല്ല. വാഗൊണ്ട് ചൊല്ലുമ്പോഴും കൽബിൽ ഞാൻ ഒന്നിനും കഴിയാത്തവനാ, എൻ്റെ റബ്ബാണ് എല്ലാത്തിനും കഴിയുന്നവൻ, എൻ്റെ റബ്ബ് എല്ലാം തരും, എൻ്റെ റബ്ബ് അടിപൊളിയാക്കും, എൻ്റെ റബ്ബ് കളറാക്കും, എൻ്റെ റബ്ബ് സമ്പത്ത് തരും, എൻ്റെ റബ്ബ് കച്ചവടം തരും, എൻ്റെ റബ്ബ് മക്കളെ തരും, എൻ്റെ റബ്ബ് സിഹർ മാറ്റും, എൻ്റെ റബ്ബ് കണ്ണേറ് നീക്കും, എല്ലാം 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 അല്ലാഹു തരുമെന്ന അടിപൊളി ബോധ്യത്തിലങ്ങ് ലാ ഹൗല ചൊല്ല്. ലാ ഹൗല, ജീവിതം എപ്പോഴും സ്റ്റൈലാ. ലൈഫ് സ്റ്റൈലാക്കണോ, കളറാക്കണോ? ലാ ഹൗല പിടിച്ചോ. ഞാൻ പറഞ്ഞു ഒറ്റ രാത്രി കൊണ്ട് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞത് വെറുതെ അല്ല. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു കിടിലൻ ഹദീസ് ഞാൻ പറഞ്ഞു തരട്ടെ. മഹാനായ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മകൻ നാഫിഅ റളിയല്ലാഹു അൻഹുവിനെ കുറച്ച് ജൂതന്മാർ തട്ടിക്കൊണ്ടുപോയി. ബാപ്പ സങ്കടപ്പെട്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, എൻ്റെ കുട്ടിയെ, എൻ്റെ മോനെ ശത്രുക്കൾ തട്ടിക്കൊണ്ടുപോയി നബിയെ, എൻ്റെ ഭാര്യ കരയുകയാണ്, അവൾ തളർന്നു പോവാണ് യാ റസൂലല്ലാഹ്, തളരുകയാണ് നബിയെ. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ആ ഘട്ടത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഘട്ടം ഏതാണ്? മകനെ തട്ടിക്കൊണ്ടുപോയി വല്ലാത്തൊരു പരീക്ഷണം നേരിടുന്നൊരു ഘട്ടത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോൾ മുത്തുനബി കൊടുക്കുന്ന മറുപടി എന്താ? ചൊല്ലിക്കോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അധികരിപ്പിച്ചങ്ങോട്ട് ധാരാളം ധാരാളം ചൊല്ലിക്കോ. മുത്തുനബി ഇജാസത്ത് കൊടുക്കുകയാണ് ദിക്റിന്. സുബ്ഹാനല്ലാഹ്. നേരെ വീട്ടിലേക്ക് ഓടിച്ചെന്നു, തൻ്റെ ഭാര്യയോട് പറഞ്ഞു. രണ്ടുപേരും വുളു എടുത്ത് ഖിബ്ലക്ക് അഭിമുഖമായിരുന്നിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, لا حول ولا قوة إلا بالله، 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 لا حول ولا قوة إلا بالله. അപ്പോൾ ശത്രുപാളയത്തിലാണ് സയ്യിദുന നാഫിയ റളിയല്ലാഹു അൻഹു. ഇവിടെ ഉണ്ട് ശത്രുക്കൾക്കിടയിൽ. മഹാനവറുകൾ പെട്ടെന്ന് കണ്ണു തുറന്നു. ഇവിടെ വീട്ടിൽ ദിക്ർ നടക്കുമ്പോൾ ഇവിടെ കണ്ണു തുറന്നു നോക്കുമ്പോൾ ശത്രുക്കളൊക്കെ മദ്യപിച്ച് കിടക്കാണ്. അവിടെ നിന്ന് പയ്യെ എണീറ്റപ്പോൾ യോമാർ പതി എണീറ്റ് വരുന്നുണ്ട്. എല്ലാത്തിനും അടിച്ചങ്ങ് നിരപ്പാക്കി. ശത്രുക്കളെ മുഴുവൻ, കാരണം കുടിച്ചും കൂടെ നിൽക്കണോണ്ട് വേഗം ഇടിച്ചിടാമല്ലോ, ഇടിച്ചങ്ങ് നിരപ്പാക്കി എല്ലാത്തിനും. സയ്യിദുന നാഫിയ റളിയല്ലാഹു അൻഹു. അവിടെ അപ്പം ഉണ്ടായിരുന്ന 4000 ആടും 100 ഒട്ടകങ്ങളും. എത്രയാണ്? 4000 ആടും 100 ഒട്ടകങ്ങളും ആർക്ക് കിട്ടി? സയ്യിദുന നാഫിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ കിട്ടാൻ. അതും കൊണ്ട് നേരെ ഓടുകയാണ് മദീനയിലേക്ക്. സുബ്ഹാനല്ലാഹ്. വീട്ടിൽ വാപ്പയും ഉമ്മയും ഇങ്ങനെ ഇരുന്ന് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. പെട്ടെന്നാണ് പ്രഭാതത്തിനോടത്തെ സമയത്ത് നാഫിയ റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ ഉമ്മ ഇങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മുട്ട് കേൾക്കുന്നത്. അപ്പോൾ വാപ്പ ഇങ്ങനെ വീട്ടിൽ നിന്ന് വേഗം വീടിനകത്ത് നിന്ന് ഓടിച്ചെന്ന് വാതിലോർന്ന് നോക്കുമ്പോൾ തൻ്റെ പൊന്നുമോൻ, സുബ്ഹാനല്ലാഹ്, ശത്രുക്കളെ തട്ടിക്കൊണ്ടുപോയ തൻ്റെ പൊന്നുമോൻ മുമ്പിൽ നിൽക്കാൻ. യാ അല്ലാഹ്, മുമ്പിൽ നിൽക്കാൻ കണ്ടുടനെ ഭയങ്കര സന്തോഷം. പെട്ടെന്ന് ബാക്കിലേക്ക് നോക്കുമ്പോണ്ട് മദീനയുടെ തെരുവ് നിറഞ്ഞു നിൽക്കാണ്. ആടുകൾ, മുഴുവൻ ആടുകളാണ്, മുഴുവൻ ആടുകളാണ്. യാ അല്ലാഹ്, മുഴുവൻ ആടുകൾ. അപ്പോൾ ഒരു സങ്കടം, ഇതെങ്ങനെ ഇവന് കിട്ടി? അപ്പോൾ മോൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴും ഒരു സങ്കടം, ഒരു ആദി, എൻ്റെ മോൻ കൊണ്ടുവന്നത് ഹലാലാവോ? മുത്തുനബിയോട് ചോദിക്കാതെ ഇത് എടുക്കാൻ പറ്റുമോ? സയ്യിദുന ഔഫ് റളിയല്ലാഹു അൻഹു, ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മുടെ മക്കൾക്ക് ഹലാൽ കൊടുക്കണം എന്നുള്ള നിർബന്ധം നമുക്കുണ്ടോ? ഹലാൽ കൊടുക്കാത്തതിൻ്റെ പേരിൽ വഴിതെറ്റിപ്പോകുന്ന മക്കൾ, ഹറാമ് ഗൂഗിളിൽ തപ്പി നടക്കുന്ന മക്കൾ, എത്ര കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ ജയിച്ചതിൻ്റെ പേരിൽ ഫോം വാങ്ങി കൊടുക്കാൻ, പിന്നെ മൊത്തം തപ്പാണ്, ഗൂഗിളിൽ കയറി ഹറാമുകൾ ചെയ്യുക. ഒരുത്തൻ ചെയ്തു വെച്ചത് സെക്സ് വിത്ത് ഉമ്മയുടെ പേര് വരെ കൊടുത്തിട്ട് അങ്ങനെ ഏറ്റവും മോശമായ രീതിയിൽ മക്കൾ മാറിപ്പോയിട്ടുണ്ട്. ഹലാൽ കൊടുക്കണം മക്കൾക്ക്. മക്കൾക്ക് എന്ത് കൊടുക്കുന്നോ ഹലാൽ കൊടുക്കണം. പണ്ടത്തെ കാരണവന്മാർ, നമ്മുടെ പൂർവികരായ ഉമ്മമാർ പറയുമായിരുന്നു ഭർത്താവിനോട്, ഞങ്ങൾക്ക് വിശപ്പിൻ്റെ വേദന സഹിക്കാൻ പറ്റും, പക്ഷെ നരകത്തിലെ വേദന സഹിക്കാൻ പറ്റില്ല കേട്ടോ, ഹലാലല്ലാത്തത് കൊണ്ടുവരല്ലേ, ഹലാലല്ലാത്തത് കൊണ്ടുവരല്ലേ. പേടിയായിരുന്നു എന്ന്. ഈ പേടി ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഊടാൻ ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ചെല്ലുമ്പോൾ സുബ്ഹ് നിസ്കാരത്തിന് സമയമായി. സുബ്ഹ് നിസ്കരിച്ചു. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫുറ്റ കൈ പിടിച്ച് ചുംബിച്ചിട്ട് ഹബീബായ തങ്ങളോട് നാഫി റളിയല്ലാഹു അൻഹു വന്ന സന്തോഷ വർത്താനം പറഞ്ഞു. പിന്നെ ചോദിച്ചു, നബിയെ, ഇങ്ങനെ കുറച്ച് ആടിനെയും കാര്യങ്ങളൊക്കെ ഇവൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് എന്ത് ചെയ്യും നബിയെ? ഹബീബായ തങ്ങൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പറഞ്ഞു, ഇത് ഇവൻ യുദ്ധം ചെയ്ത്, അതായത് ശത്രുക്കളോട് പോരാടി നേടിയതാണ്. ഇത് ഇവന് ലഭിച്ച ഗനീമത്ത് സ്വത്താണ്, അതിവനുള്ളതാണ്. അതായത് ആ നാട്ടിലെ ഏറ്റവും ദരിദ്രനായിരുന്നു, ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ആളാണ് ആര്? ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, നാഫി റളിയല്ലാഹു അൻഹു, അവരുടെ ഭാര്യ. അല്ലേ? ഒറ്റ രാത്രി ലാ ഹൗല ചൊല്ലിയപ്പോൾ മദീനയിലെ കോടീശ്വരനായി മാറി സയ്യിദുനാ നാഫി റളിയല്ലാഹു അൻഹു. ഒറ്റ രാത്രി 12 മണിക്കൂർ തികച്ചു വേണ്ടി വന്നില്ല കോടീശ്വരനാകാൻ. അപ്പോൾ അത് ഞാനൊക്കെ ലാഹുവിൻ്റെ ഡെയിലി ചൊല്ലാറുണ്ട് തന്നെ. നമ്മൾ ചൊല്ലുന്നത് പോലെ ആയിരുന്നു ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചൊല്ലിയത്? ഇല്ല. എന്നെക്കൊണ്ട് പറ്റൂല, എന്നെക്കൊണ്ട് കഴിയില്ല, ഞാൻ വെറും ഒരു അടിമയാണ്, എൻ്റെ റബ്ബാണെല്ലാം തരുന്നവൻ, എൻ്റെ റബ്ബെന്നെ കൈവിടൂല, എൻ്റെ റബ്ബിൽ ഉറച്ച ബോധ്യത്തോടെ മുറുകെ പിടിച്ചാൽ ലാ ഹൗല വലാ ഖുവ ഇല്ലാ ബില്ലാ, എന്നെക്കൊണ്ട് ഒരു കഴിവൂല, എല്ലാം തരുന്നവൻ റബ്ബാണ്.
മക്കളില്ലാത്തവരില്ലേ കൂട്ടത്തിൽ ഇല്ലേ? ജീവിതം തകർന്നു എന്ന് കരുതുന്നവർ, കടക്കെണിയിൽ പെട്ടുപോയവർ, അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ടെൻഷൻ അടിക്കണ്ട, വേദനിക്കണ്ട, പ്രയാസപ്പെടണ്ട. എല്ലാം തരുന്ന റബ്ബ് നിങ്ങളുടെ കൂട്ടിനുണ്ട്. ആ റബ്ബ് കൂട്ടിനുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ടെൻഷൻ ഫ്രീ ആയി ഖൽബിൽ സമാധാനം നിറച്ചിട്ട് പറഞ്ഞോ, ലാ ഹൗല വലാ ഖുവ ഇല്ലാ ബില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ.